നമസ്കാരം. ഒരുപാട് കാലമായിട്ട് ഞാനിപ്പം ഓലയുടെ ഒരു വീഡിയോസും ഒരു പ്രൊമോഷൻ വീഡിയോസും ഒന്നും ഞാൻ ചെയ്യാറില്ല. അതിന്റെ പ്രധാന കാരണം നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഒരുപാട് പേര് ഈ വണ്ടി എടുത്തിട്ട് പെട്ട് കിടക്കായിരുന്നു. പ്രോപ്പറായിട്ടുള്ള സർവീസ് കൊടുക്കാത്തത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഈ കംപ്ലൈന്റുകളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു ദിവസം എന്നെ വിളിക്കുന്നത് ഓലയുടെ കസ്റ്റമേഴ്സാണ്. ഇവരുടെ ഷോറൂമിൽ സർവീസിന് വരുന്ന വണ്ടികൾ സർവീസ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വണ്ടി വെക്കാൻ അവിടെ ഷോറൂമിൽ സ്ഥലമില്ലാഞ്ഞിട്ട് വേറെ ഏതോ ഒരു ഗ്രൗണ്ടിൽ വണ്ടികളൊക്കെ കൂട്ടിയിട്ട ഒരു അവസ്ഥ വരെ ഇവർക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്ത അവസാനത്തെ ഓലയുടെ വീഡിയോ അതാണ്. ഈ വണ്ടികൾക്കൊക്കെ കംപ്ലൈൻസ് വരുന്നത് സാധാരണമാണ്. ഏത് വണ്ടിക്കാണ് കംപ്ലൈൻസ് വരാത്തത് അല്ലേ? ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ഇലക്ട്രിക് വണ്ടിക്ക് ഒരു മേജർ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുട്ടി പോലും, അതായത് പുറമേത്തെ ഒരു കുട്ടി പോലും ഈ സംഭവം അറിഞ്ഞിട്ടില്ല. കാരണം വളരെ വൃത്തിയായിട്ട് അവർ ആ സർവീസ് ചെയ്തു കൊടുത്തു. അതായത് ഉച്ചയ്ക്ക് അവിടെ വണ്ടി കൊണ്ടു കൊടുത്തിട്ട് അന്ന് തന്നെ വൈകുന്നേരം വണ്ടി തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഈ സർവീസിന്റെ കാര്യത്തിൽ കസ്റ്റമർ ഹാപ്പി ആണെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരാരും പുറത്ത് പറയാൻ നിൽക്കില്ല. എന്തിനാണ് പുറത്ത് പറയുന്നത് അല്ലേ? പക്ഷെ ഓലയുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല. പ്രൊഡക്ഷൻ അനുസരിച്ചുള്ള സർവീസ് സെന്ററുകളും അതുപോലെ തന്നെ ടെക്നീഷ്യൻസും ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും സർവീസിന് വരുന്ന വണ്ടികൾ കൃത്യസമയത്ത് കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരുപാട് ഡിലേയും ആയിട്ടുണ്ടായിരുന്നു, ആഴ്ചകളും മാസങ്ങളും വരെ. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കണം കഴിഞ്ഞ 2 വർഷത്തിന് മുകളിലായിട്ട് വിൽപ്പനയിൽ 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഓല 2024 ഡിസംബർ മാസത്തെ വിൽപ്പനയിൽ ഒറ്റയടിക്ക് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. പക്ഷെ ഇപ്പൊ കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിലും കൂടുതൽ സർവീസ് സെന്ററുകൾ ഇവർ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ടെക്നീഷ്യൻസിനെയും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. 2025 ജനുവരി 31 ഓലയുടെ ജെൻ 3 ഇലക്ട്രിക് സ്കൂട്ടർ ലോഞ്ച് ചെയ്തത്. അതിൽ അവർ പറഞ്ഞ പ്രകാരം കഴിഞ്ഞ നവംബറിൽ ഇന്ത്യയിൽ ഒട്ടാകെ 800 സർവീസ് സെന്ററുകളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അത് 4000 സർവീസ് സെന്ററുകളാണെന്നാണ്. അതേപോലെ ഓലയുടെ കംപ്ലൈൻസ് പറഞ്ഞ് എന്നെ വിളിക്കാറുള്ള കസ്റ്റമേഴ്സിന്റെ എണ്ണവും നല്ല രീതിയിൽ കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ ഓലയുടെ കസ്റ്റമേഴ്സിനെ ഞാൻ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ സർവീസിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ചെറിയ ചെറിയ കംപ്ലൈന്റുകൾക്കൊക്കെ നമ്മളിപ്പോൾ രാവിലെ സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൊടുത്താൽ അന്ന് തന്നെ കിട്ടാറുണ്ടെന്നാണ് ഇപ്പം ഒരുവിധ ആൾക്കാരൊക്കെ പറയുന്നത്. കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കാണ്ട് ഇനി മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കുറച്ച് വൈകിട്ടാണെങ്കിലും ഓലയ്ക്ക് മനസ്സിലായല്ലോ. സന്തോഷം. ഇനിയെങ്കിലും കൂടുതൽ ഉടായ്പൊന്നും കാണിക്കാതെ കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ട വിൽപ്പനയിലെ 1-ാം സ്ഥാനം ഉടനെ തന്നെ ഓലയ്ക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും. അത് ഉറപ്പാണ്. ജനുവരി 31 ഇവരുടെ ജനറേഷൻ 3 വണ്ടികളുടെ ലോഞ്ച് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള സ്കൂട്ടറുമായാണ് ഓല ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓല S1 Pro Plus. ഈ സ്കൂട്ടറിന് 320 കിലോമീറ്റർ IDC റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഓല S1 X, S1 X Plus, ഓല S1 Pro, S1 Pro Plus എന്നീ ജനറേഷൻ 3 മോഡലുകളാണ് ഓല ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ മോഡലുകൾക്കും PMSM മിഡ് ഡ്രൈവ് മോട്ടോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മുതൽ ഹബ് മോട്ടോർ ഉണ്ടാവില്ലെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇന്റഗ്രേറ്റഡ് MCU ആണ്, അതായത് മോട്ടോറിന്റെ കൂടെ തന്നെയാണ് MCU ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ള പ്രധാനപ്പെട്ട മാറ്റം ബെൽറ്റ് ഡ്രൈവ് അല്ല എന്നുള്ളതാണ്. എല്ലാ മോഡലുകൾക്കും ചെയിൻ ഡ്രൈവ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ബ്രേക്ക് ബൈ വയർ എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജിയും ഇവർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ഓല S1 Pro Plusൽ മാത്രമാണ് ലഭിക്കുന്നത് കേട്ടോ. ഇവരുടെ ഒരു പാറ്റന്റഡ് സെൻസർ മുഖാന്തരം നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഇവരുടെ പുതിയ റീജനറേഷൻ ടെക്നോളജി വഴി 15% കൂടുതൽ റേഞ്ച് ലഭിക്കുമെന്നും ബ്രേക്ക് പാഡിന്റെ കാലാവധി ഇരട്ടിക്കുമെന്നുമൊക്കെയാണ് ഇവർ പറയുന്നത്. അതേപോലെ നമ്മളിപ്പോൾ ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഓല S1 Pro Plusൽ ഡുവൽ ABSഉം മറ്റ് വേരിയന്റുകളിൽ സിംഗിൾ ABSുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓല S1 Proയ്ക്കും S1 Pro Plusനും 2 ഡിസ്ക് ബ്രേക്കുകളും മറ്റു വേരിയന്റുകൾക്ക് 1 ഡിസ്കും 1 ഡ്രമ്മുമാണ് കൊടുത്തത്. സസ്പെൻഷൻ എല്ലാത്തിലും കോമൺ ആണ്. മുന്നിൽ ട്വിൻ ടെലിസ്കോപ്പിക്കും പിന്നിൽ മോണോഷോക്കും. അതേപോലെ മൂവ് OS 5 എല്ലാത്തിലും ലഭിക്കും. ഇനി നമ്മൾ ഓല ജനറേഷൻ 3യുടെ 4 മോഡലുകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 2 kWh, 3 kWh, 4 kWh എന്നീ 3 ബാറ്ററി പാക്കുകളോട് കൂടിയാണ് ഓല S1 X ഇറങ്ങുന്നത്. മോട്ടോറിന്റെ പീക്ക് പവർ 7 kW ആണ്. സ്പോർട്സ്, നോർമൽ, എക്കോ എന്നീ 3 മോഡുകളാണുള്ളത്. 0 മുതൽ 40 km/h മറികടക്കാൻ 3 സെക്കൻഡ്സ് ആണ് വേണ്ടത്. 100 km/h, 115 km/h, 123 km/h ആണ് ഈ ഓരോ വേരിയന്റുകളുടെയും ടോപ്പ് സ്പീഡ്. ഓല S1 Xന്റെ 2 kWh ബാറ്ററി പാക്കുള്ള വേരിയന്റിൽ നിന്നും ഒരു ഫുൾ ചാർജിൽ 108 കിലോമീറ്റർ IDC റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഈ ബാറ്ററി 0 മുതൽ 80% ചാർജ് ചെയ്യാൻ 4 മണിക്കൂർ 50 മിനിറ്റ് ആണ് വേണ്ടത്.
അതേപോലെ 3 kWh ബാറ്ററി പാക്കിൽ നിന്നും 176 കിലോമീറ്റർ IDC റേഞ്ചും 0 മുതൽ 80% ബാറ്ററി ചാർജ് ചെയ്യാൻ 7 മണിക്കൂർ 15 മിനിറ്റും 4 kWh ബാറ്ററി പാക്കിൽ നിന്നും 242 കിലോമീറ്റർ IDC റേഞ്ചും 0 മുതൽ 80% ചാർജ് ചെയ്യാൻ ഏകദേശം 4.25 മണിക്കൂറുമാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നത് വാട്ട്സ് കൂടിയ ചാർജർ ആയിരിക്കും 4 kWh വേരിയന്റിനുള്ളത്. ഓല S1 X പ്ലസിൽ 4 kWh ബാറ്ററി പാക്കുള്ള ഒരു വേരിയന്റ് മാത്രമാണ് ഉള്ളത്. മോട്ടോർ പീക്ക് പവർ 11 കിലോവാട്ട് ആണ്. സ്പോർട്സ്, എക്കോ, നോർമൽ എന്നീ 3 മോഡുകളാണ് ഉള്ളത്. 125 km/h ആണ് ടോപ്പ് സ്പീഡ്. 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ 2.7 സെക്കൻഡ്സ് ആണ് വേണ്ടത്. ഈ വണ്ടിയിൽ ഒരു ഫുൾ ചാർജിൽ 242 കിലോമീറ്റർ IDC റേഞ്ച് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. 0 മുതൽ 80% ബാറ്ററി ചാർജ് ചെയ്യാൻ ഏകദേശം 4.25 മണിക്കൂറാണ് വേണ്ടത്. ഓല S1 Pro വരുന്നത് 3 kWh-ഉം 4 kWh-ഉം ബാറ്ററി പാക്കുകളിലാണ്. മോട്ടോർ പീക്ക് പവർ 11 കിലോവാട്ട് ആണ്. 125 km/h ആണ് ടോപ്പ് സ്പീഡ്. എക്കോ, നോർമൽ, സ്പോർട്സ് എന്നീ മോഡുകൾ 3 kWh വേരിയന്റിലും എക്കോ, നോർമൽ, സ്പോർട്സ്, ഹൈപ്പർ മോഡുകളുമാണ് 4 kWh വേരിയന്റിലും കൊടുത്തിരിക്കുന്നത്. 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ 2.7 സെക്കൻഡ്സ് ആണ് വേണ്ടത്. അതേപോലെ 3 kWh ബാറ്ററി പാക്ക് വേരിയന്റിൽ നിന്നും 176 കിലോമീറ്റർ IDC റേഞ്ചും 4 kWh ബാറ്ററി പാക്കിൽ നിന്നും 242 കിലോമീറ്റർ IDC റേഞ്ചുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഇനി ഓല S1 Pro പ്ലസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 4 kWh-ന്റെയും 5.3 kWh-ന്റെയും ബാറ്ററി പാക്കുകളിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത്. 4 kWh വേരിയന്റിൽ നിന്നും 242 കിലോമീറ്റർ IDC റേഞ്ചും 5.3 kWh ബാറ്ററി പാക്കിൽ നിന്നും 320 കിലോമീറ്റർ IDC റേഞ്ചുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. 13 കിലോവാട്ട് ആണ് മോട്ടോർ പീക്ക് പവർ. 141 km/h ആണ് ടോപ്പ് സ്പീഡ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഈ കാറിൽ പോലും ഇത്രയും സ്പീഡിൽ നമ്മളെ റോഡിൽ സഞ്ചരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ആക്സിലറേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ 1, 2 വെറും 2.1 സെക്കൻഡ്സ് മതി. എക്കോ, നോർമൽ, സ്പോർട്സ്, ഹൈപ്പർ എന്നീ മോഡുകളാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ റിവേഴ്സ് മോഡ് കോമൺ ആണ് കേട്ടോ, എല്ലാ വണ്ടികളിലും ഉണ്ട്. ഈ വണ്ടികൾക്കെല്ലാം കൂടുതൽ റേഞ്ച് കിട്ടാനുള്ള കാരണം പുതിയ 3-4 ടെക്നോളജികൾ വന്നതുകൊണ്ടാണെന്നാണ് ഓല പറയുന്നത്. അതായത് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് 4680 എന്ന് പറയുന്ന പുതിയ ബാറ്ററി സെൽസ് ആണ്. അതേപോലെ ഇന്റഗ്രേറ്റഡ് പവർ ട്രെയിൻ ആണ്. പിന്നെ ബ്രേക്ക് ബൈ വയർ എന്ന് പറഞ്ഞ ഒരു പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് റേഞ്ച് കൂടുതൽ കിട്ടാനുള്ള കാരണം എന്നാണ് പറഞ്ഞത്. 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ ആണ് എല്ലാ മോഡലുകൾക്കും ഇവർ ബാറ്ററിക്ക് വാറന്റി നൽകുന്നത്. 8 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനി കാര്യമായിട്ട് നമുക്ക് അറിയാനുള്ളത് ഈ വണ്ടിയുടെ വിലയാണ്. ഓല S1 X 2 kWh ബാറ്ററി വേരിയന്റിന് 80,000 രൂപയും 3 kWh ബാറ്ററി വേരിയന്റിന് 90,000 രൂപയും 4 kWh ബാറ്ററി വേരിയന്റിന് 1,00,000 രൂപയുമാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം എക്സ്ഷോറൂം വിലയാണ് കേട്ടോ. അതേപോലെ ഓല S1 X പ്ലസിന് 4 kWh വേരിയന്റിന് ആ ഒരു വേരിയന്റ് മാത്രമേ ഉള്ളൂ, 1,08,000 രൂപയാണ്. ഓല S1 Proയ്ക്ക് 3 kWh വേരിയന്റിന് 1,15,000 രൂപയും 4 kWh വേരിയന്റിന് 1,35,000 രൂപയുമാണ്. അതേപോലെ തന്നെ ഓല S1 Pro പ്ലസ് 4 kWh വേരിയന്റിന് 1,55,000 രൂപയും 5.3 kWh വേരിയന്റിന് 1,70,000 രൂപയുമാണ്. എന്തൊക്കെ തന്നെയായാലും ഇവരുടെ സർവീസ് മെച്ചപ്പെട്ടോ എന്നുള്ളൊരു വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ റാൻഡം ആയിട്ട് നമ്മൾ റോഡുമെന്ന് പല സ്ഥലത്തുനിന്നും കാണുന്ന കസ്റ്റമേഴ്സിനോട് ഒരു റിവ്യൂ നമുക്ക് കുറേ പേരോട് നമുക്ക് ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.